السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഏലസ്, ഉറുക്ക്, പിഞ്ഞാണെഴുത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചികിത്സയിൽ ഉപയോഗപ്പെടുത്താം എന്ന് കിട്ടുന്നത്. ചികിത്സയായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വാജിബോ സുന്നത്തോ ആവണമെന്നില്ല, ജായിസായാലും മതി. വാജിബായ കാര്യങ്ങളെ കൊണ്ട് ചികിത്സിക്കുക അങ്ങനെയില്ലല്ലോ, സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് ചികിത്സിക്കുക അങ്ങനെയില്ല. ചികിത്സയിൽ ജായിസായ കാര്യങ്ങളായിരിക്കണം. അപ്പോൾ ഉറക്ക് ജായിസാണോ, പിഞ്ഞാണെഴുത്ത് ജായിസാണോ, ഏലസ് ജായിസാണോ, ഇത് ജായിസാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. കാരണം അത് രോഗചികിത്സയിൽ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് അത് കിട്ടും. ഒന്നാമതായി ഏലസ് പരിശോധിച്ചാൽ അൻ അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു അൻ അബീഹി അൻ ജദ്ദിഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഫസിയ അഹദുകും മിനൻ നൗമി ഫല്യഖുൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശരി ഇബാദിഹി ومن همزات الشياطين وأن يحضرون. ആരെങ്കിലും ഉറക്കത്തിൽ പേടിച്ചാൽ അവൻ പറയട്ടെ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാതി الشياطين وأن يحضرون എന്ന് പറയട്ടെ. وكان عبد الله بن عمر യുലഖിനുഹാ മൻ ബലഗ മിൻ വലദിഹി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കുട്ടികളിൽ നിന്ന് പ്രായം തികഞ്ഞവർക്ക് ഇത് ചൊല്ലിപ്പഠിപ്പിക്കുകയും ഒബല്ലം യബ്ലുഗ മിൻഹും പ്രായം തികയാത്തവർക്ക് കതബഹാ ഫീ സഖ്ഫിൻ ഒരു കടലാസിൽ എഴുതിയിട്ട് സുമ്മ അലഖഹാ ഫീ ഉനുഖിഹി കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു 3451 ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഏലസ് എഴുതി കഴുത്തിൽ കെട്ടിക്കൊടുത്തത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇത് തുർമുദി റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ഹദീസ് കൂടി പറയാം. റവൽ ബൈഹഖി ബിഇസ്നാദിൻ സഹീഹൻ അൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് അന്നഹു കാന യഅ്മുറു ബിതഅലീഖിൽ ഖുർആൻ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു സ്വഹീഹായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾ യഅ്മുറു അന്നഹു കാന യഅ്മുറു ബിതഅലീഖിൽ ഖുർആനി. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഖുർആൻ എഴുതി കെട്ടിക്കൊടുക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ശറഹുൽ മുഹദ്ദബ് 9-ാം വാല്യം 97-ാമത്തെ പേജിൽ കാണാം. അപ്പോൾ പുണ്യനബിയുടെ സഹാബത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഇത് ജായിസാണ്, ചികിത്സയിൽ ഉപയോഗിക്കാം എന്ന് കിട്ടുന്നത്. ഉറുക്ക് എന്ന് പറഞ്ഞാൽ കടലാസിൽ എഴുതലും പേപ്പറിൽ എഴുതലും പിഞ്ഞാണത്തിൽ എഴുതലും നറുക്കിൽ എഴുതലും ഒക്കെ ഉറുക്ക് തന്നെയാണ്, എവിടെ എഴുതിയാലും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അസ്റ അലൽ മർഅതി വലദുഹാ ഒരു പെണ്ണ് പ്രസവിക്കാൻ ബുദ്ധിമുട്ടായാൽ ഫൽയക്തുബ ഹാതൈനില്ലായതൈനി ഈ രണ്ട് ആയത്ത് എഴുതട്ടെ. വൽ കലിമാത്ത് താഴെ പറയുന്ന കലിമത്തുകളും എഴുതട്ടെ. ഫീ സഹ്ഫത്തിൻ ഒരു പ്ലേറ്റിൽ. സുമ്മ തഗ്സിൽ പിന്നെ അത് കഴുകിയിട്ട് ഫതുസ്ഖി മിൻഹാ അത് ആ പെണ്ണിന് കുടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആയത്തും ഒരു ദിക്റും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ 5-ാം വാല്യം 433 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഖാല അലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു യക്തുബു ഫീ കാഗദത്തിൻ ഒരു കടലാസിൽ എഴുതാറുണ്ടായിരുന്നു. ഫയതഅല്ലഖു അലാ അദുദിൽ മർഅതി സ്ത്രീയുടെ തോളിൽ കെട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു. ഖാല അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് ജറബ്നാഹു ഇത് ഞാൻ പരീക്ഷിച്ചു ബോധ്യപ്പെട്ടതാണ്. വലൻ റശൈഅൻ അഅജബ മിൻഹു അത്ഭുതകരമായ ഫലമുള്ള മറ്റൊന്നും ഇതിനേക്കാൾ ഞാൻ കണ്ടിട്ടില്ല. വഇദാ വദഅത തഹല്ലുഹു സരിഅൻ തുമ്മ തജ്അലുഹു ഫീ ഖിർഖ സ്ത്രീ പ്രസവിച്ചാൽ ഇതിനെ അഴിച്ചു മാറ്റുകയും പിന്നെ അതിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് കരിച്ചു കളയുകയും വേണം എന്ന് ഫത്താവ ഇബ്നു തൈമിയ്യ 4-ാം വാല്യം 187 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തിൽ നിന്നുമാണ് ഉറുക്ക് ചെയ്യണം, പിഞ്ഞാണം എഴുതണം,
നറുക്കെഴുതണം എന്ന് കിട്ടുന്നത്. അപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സ്വഹാബത്തിനുള്ള ഇത്തിബാ ആണ്, ജായിസാണ് മാക്സിമം ചികിത്സയിൽ വേണ്ടത്. സ്വഹാബത്തിന്റെ പ്രവർത്തനം എന്ന നിലയിൽ ഇത് സുന്നത്ത് കൂടിയാണ് എന്ന് കാണാൻ പറ്റും. സംശയമുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നസായിയുടെ ഒരു ഹദീസ്, മന അഖദ ഉഖദതൻ സുമ്മ നഫസ ഫീഹാ ഫഖദ് സഹറ. ആരെങ്കിലും ഒരാൾ ഒരു കെട്ട് കെട്ടി എന്നിട്ട് അതിൽ ഊതിയാൽ അവൻ സിഹ്ർ ചെയ്തു എന്ന് പറയുന്ന ഒരു ഹദീസ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസ് ഇമാം ബൈഹഖി 9351 അന്നഹു ദഖല അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ ഒരാൾ കടന്നു വന്നു. വഫി ഉനുഖിഹി ഹൽഖത്തും മിൻ ശഅർ, മുടി കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ട് കഴുത്തിലുണ്ടായിരുന്നു. ഫഖാൽ, നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദി, ഇതെന്താണ്? ഖാല, അത് അദ്ദേഹം പറഞ്ഞു, മിനൽ വാഹിനത്തി, അത് വാദത്തിന് കെട്ടിയതാണ്. ഖാൽ, അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അയസുറുക അൻ തവക്കല അൻ തൂക്കില ഇലൈഹാ, നിന്നെ ഇതിലേക്കാണ്ട് ഏൽപ്പിക്കപ്പെട്ടത് നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചു. ബൈഹഖി 9351 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. നേരത്തെ പറഞ്ഞത് ഇമാം നസായി റളിയല്ലാഹു അൻഹു തന്റെ സുനനിലെ 4011 ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 3-ാമത്തെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, അന്ന റുഖാ വത്തമാഇമ, മന്ത്രവും ഏലസും, വത്തൗലത, വശീകരണ യന്ത്രവും, ശിർക്കുൻ, ഇതെല്ലാം ശിർക്കാണ്. ഇത് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു 3385 ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിഞ്ഞാണ് എഴുതിയിരുന്നു, അലി റളിയല്ലാഹു അൻഹു ഏലസ് കെട്ടിക്കൊടുത്തിരുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുട്ടികളെ കൗത്ത് കെട്ടുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടങ്ങിയതൊക്കെ സഹാബത്ത് ചെയ്തതോ? ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരിയിൽ അതിന് മറുപടി പറയുന്നുണ്ട്, وإنما كان ذلك من الشرك لأنهم أرادوا دفع المضار وجلب المنافع من عند غير الله. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഈ ഏലസിന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഈ ഉറുക്കിന് സ്വന്തമായിട്ട് ഈ ദണ്ണം മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഷിർക്കാവുക, അല്ലെങ്കിൽ ഷിർക്കാവുകയില്ല എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമ്രാൻ ഇബ്നു ഹുസൈനോട് പറഞ്ഞ അയസുറുക അൻ തൂക്കില ഇലൈഹാ, ഇതിലേക്ക് നിന്നെ ഏൽപ്പിക്കപ്പെടൽ നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചതിൽ നിന്ന് ഇതിൽ തവക്കുലാക്കി അല്ലാഹു തആലയുടെ കഴിവൊന്നുമില്ലാതെ ഇതുകൊണ്ട് തന്നെ മാത്രമായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് അത് പാടില്ലാത്തതും ശിർക്കാവുന്നതും എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.